Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. The invitation to dwell in God. ദൈവത്തിൽ വസിക്കാനുള്ള ദൈവത്തിൻ്റെ ക്ഷണം. ഒരു ചെറിയ കാര്യമല്ല, ദൈവം നമ്മെ വിളിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവ് നമ്മെ വിളിക്കുന്നു. നീ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എത്ര മനോഹരമായ ഒരു ജീവിതമാണ്! കർത്താവ് നമ്മളിലാകുന്നു, നമ്മൾ കർത്താവിലാകുന്നു. നാം ഓർക്കേണ്ടത് ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ വസിക്കുവാനാണ്. ഒരു വീട് നമുക്ക് എങ്ങനെ സേഫ്റ്റി നൽകുന്നുവോ അതുപോലെ ദൈവ സാന്നിധ്യം, തൻ്റെ സ്നേഹം, തൻ്റെ ഗൈഡൻസ് കൊണ്ട് നമ്മെ മൂടുന്നു. ദൈവ സാന്നിധ്യം, ദൈവസ്നേഹം, ദൈവികമായ ഗൈഡൻസ് ഇതുകൊണ്ട് നമ്മെ മൂടുകയാണ്. സാംസ് 91:1 പറഞ്ഞിരിക്കുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. പിന്നെ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സങ്കീർത്തനമാണ് സാംസ് 91. അവർക്ക് പിന്നെ പ്രൊട്ടക്ഷൻ തരണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിൽ വസിച്ചാൽ ആ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭ്യമാണ്. ഈ 78 days വെന്റിലേറ്ററിൽ കിടന്ന ഒരു സഹോദരൻ അമേരിക്കയിൽ ഈ കോവിഡ് ടൈമിൽ തൻ്റെ ഭാര്യ എന്നും ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നെന്ന് എന്നോട് പറയാനിടയായി. സാംസ് 91, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും. ചിലരെല്ലാം ഈ സങ്കീർത്തനങ്ങൾ കാണാതെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ദൈവവചനത്തിൽ വസിക്കുക, ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് അതിനെ ഹോണർ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ശൂന്യമാക്കി കളയരുത്. നമ്മുടെ ജീവിതം അത് അനുഗ്രഹമാക്കി മാറ്റണം. നമ്മുടെ ഈ ലോകത്തിൽ കുറേ ആൾക്കാരെ എല്ലാം വേദനിപ്പിച്ച്, കുറേ ആൾക്കാരെ എല്ലാം അവരുടെ നന്മകൾ തട്ടിപ്പറിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നവരായി തീരണം ദൈവമക്കൾ. ദൈവത്തിൽ വസിക്കുമ്പോൾ തൻ്റെ ആലിംഗനത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും നമുക്ക് ലഭ്യമാകും. അതാണ് ദൈവത്തിൻ്റെ ക്ഷണം. ദൈവം നമ്മെ ക്ഷണിക്കുന്നു. ദൈവിക പദ്ധതികളിലേക്ക് നാം എത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അത് കർത്താവിന് ഡയറക്റ്റ് എല്ലാം ചെയ്തു തീർക്കാം. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കാൽവറി മരണം എന്തിനാ? നമ്മളെ വിടുവിക്കുക മാത്രമല്ല, നമ്മളിലൂടെ യേശു ചെയ്തതിൻ്റെ ബാക്കി പൂർത്തീകരിപ്പാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ഈ വലിയ വിളിയിലേക്ക് വരാൻ എത്ര പേരുണ്ട്? ഈ ദൈവത്തിൻ്റെ വിളിയിലേക്ക് ഓടിയെത്താൻ എത്ര പേരുണ്ട്? കർത്താവേ, എനിക്കത് ചെയ്യണം. സിസ്റ്റർ ബീന, നിന്റെ മേൽ ഒരു വലിയ വിളി കിടക്കുന്നു. ദൈവം ആ വിളിയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു. ദൈവികമായ വലിയ പദ്ധതികൾ, വിടുതലുകൾ ദൈവം ചെയ്യിക്കാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ പ്രയർ ലൈഫ് ബിൽഡ് ചെയ്യണം. ദൈവവുമായിട്ടുള്ള ബന്ധം ബിൽഡ് ചെയ്യണം. അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം.
ആത്മീയ അന്തരീക്ഷത്തിൽ വളരണം. കുടുംബജീവിതം സക്സസ് ആക്കണം. ചെറിയ കാര്യങ്ങളുടെ മുൻപിൽ കുടുംബം തകർത്ത് കളയരുത്. കുടുംബജീവിതം ഇല്ലാതാക്കരുത്. നമ്മൾ പിടിക്കുന്നിടം ജയിക്കണമെന്നുള്ളതല്ല. വിട്ടുവീഴ്ചകളും അതിൻ്റെതായ നിലയിൽ ദൈവസന്നിധിയിൽ സറണ്ടർ ആകേണ്ട സ്ഥാനത്ത് സറണ്ടർ ആകുകയും നമ്മുടെ കുടുംബത്തെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യണം. കുടുംബത്തെ കരുതാത്തവൻ റിയൽ കുടുംബനാഥനാണോ? കുടുംബത്തെ നാം കരുതണം. കുടുംബത്തെ നാം ആലിംഗനം ചെയ്യണം. കുടുംബത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യണം. ഭർത്താവ് ചെയ്യേണ്ടത് ഭർത്താവ് ചെയ്തേ മതിയാകൂ. ഭാര്യ ചെയ്യേണ്ടത് ഭാര്യ ചെയ്തേ മതിയാകൂ. കർത്താവിനെ വിട്ടിട്ട് ആമേൻ, അല്ലെങ്കിൽ കുടുംബമെല്ലാം വിട്ടിട്ട് പോയി ആമേൻ ജീവിക്കുന്ന ജീവിതമല്ല വലുത്. യേശുവുമായിട്ടുള്ള ബന്ധം വസിക്കുക. യേശുവിൽ വസിക്കുമ്പോൾ കുടുംബത്തെ നോക്കും. കുടുംബജീവിതം സക്സസ് ആകും. ഇതെല്ലാം സംഭവിക്കും. നമ്മുടെ ഈഗോസ് പലപ്പോഴും നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നുള്ള ഭാവങ്ങൾ മാറ്റിക്കളയണം. ഞാൻ പുരുഷനാണ് അല്ലെ എന്നുള്ള ചിന്തകളെല്ലാം മാറ്റിക്കളഞ്ഞ് ദൈവഹിതത്തിനൊത്തവണ്ണം നാം മുന്നോട്ട് പോകണം. ദ ഇൻവിറ്റേഷൻ ടു ഡ്വെൽ ഇൻ ഗോഡ്, ദൈവത്തിൽ വസിക്കാനുള്ള ദൈവത്തിൻ്റെ ക്ഷണം നിങ്ങളെ വിളിക്കുക. ഒരു ചെറിയ ദൗത്യമല്ല, ഒരു ഭയങ്കര ദൗത്യത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ മെസ്സേജ് ചില കുടുംബങ്ങൾക്കകത്ത് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ പോകുന്നു. റിവൈവൽ സംഭവിക്കാൻ പോകുന്നു. റിവൈവലിന് തടസ്സമായ ചില ഫാമിലി ഇഷ്യൂസ് ശത്രു നിങ്ങളുടെ മേൽ കൊണ്ടിടുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്യണമേ, മിറക്കിൾ അയക്കണമേ. കർത്താവേ, ഇന്ന് കേൾക്കുന്ന സകല ജനത്തെയും അങ്ങ് ബ്ലസ് ചെയ്യണം. അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ, അത്ഭുതം ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റത്തിന് വേണ്ടി ദൈവം വിളിക്കുന്നു. എല്ലാം പോയി തകർന്നു കിടക്കുന്നു, പക്ഷെ മാറ്റം യേശു തരാൻ പോകുന്നു. സെപ്റ്റംബർ 6, 7 ഈ ദിവസങ്ങളിൽ കാനഡ കിച്ചണയറിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ, കോൺഫറൻസിൽ നിങ്ങൾ നേരത്തെ ലീവ് എടുക്കുക. നിങ്ങൾ വരിക. അമേരിക്കയിലും ആസ്ട്രേലിയയിലും കാനഡയുടെ വിവിധ ഭാഗങ്ങളിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഉള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വരാം. ഒരു ഭയങ്കര മാനിഫെസ്റ്റേഷനിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അതുപോലെ ജൂൺ മാസം 1-ാം തീയതി ഈ പുനലൂരിൽ വെച്ച് ഒരു യൂത്ത് കോൺഫറൻസ്, നിങ്ങളുടെ ജനറേഷൻ അടുത്ത ലെവലിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോകും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു പ്രോമിസ്, ഒരു കൺസീവ് ആയിരിക്കുന്ന ഒരു വേർഡാണ്, വാഗ്ദത്തമാണത്. അതുകൊണ്ട് ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ ഏത് സഭയാണ്, ആർക്കും ഇതിനകത്തിൽ വന്ന് സംബന്ധിക്കാം. ഒരു ഭയങ്കര മാറ്റം എൻ്റെ ഹൃദയത്തിൽ. ആ സഭ എന്നുള്ള നെയിം ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു. ആമേൻ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് ദൈവം എനിക്ക് തന്നു. ഉണർവ് എവിടെ ഉണ്ടായാലും ഞാൻ അതിൽ അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. സന്തോഷിക്കുന്നയാളാണ്. നിങ്ങളുടെ ജനറേഷൻ അതിനുവേണ്ടി ഒരുങ്ങുകയും വരികയും ചെയ്യട്ടെ. ഏത് രാജ്യങ്ങളിൽ നിന്നുള്ളവരായാലും വരട്ടെ. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. God bless you. Love you.